ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. EJKയുടെ വീക്കെൻഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1ൻ്റെ ബാക്കിയായിരിക്കും പാർട്ട് 2ൽ ഞാൻ പറയുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കുറേ നക്ഷത്രങ്ങൾ ആ ബെഡിൻ്റെ സൈഡിൽ തൂക്കുന്ന ആ നക്ഷത്രങ്ങളെല്ലാം എടുത്ത് ഒരു എന്താ പറയുക, ഒരു എൻവലപ്പിൻ്റെ അകത്താക്കിയിട്ട് ഒരു എഴുത്തുകൂടെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ആ എഴുത്ത് സത്യം പറഞ്ഞാൽ ശ്രുതിയുടെ ആത്മഹത്യക്കുറിപ്പായിരിക്കും. അങ്ങനെ ശ്രുതി അങ്ങനെ അമ്മായിയുടെയൊക്കെ അടുത്ത് യാത്ര പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. ശേഷം അശ്വിനാണെങ്കിൽ ഇവളിതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ പോകുമ്പോൾ ബെഡ്റൂം മുമ്പ് കണ്ട ബെഡ്റൂമേ അല്ല ആ ബെഡ്റൂം. കാരണം അതിൽ അശ്വിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളൂ. ശ്രുതിയുടെ ഒരു ചെറിയൊരു വള പോലും ആ ഒരു ബെഡ്റൂമിൽ ഇല്ല. അതായത് ശ്രുതി എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയാനുള്ള ഒരു തെളിവുകൾ പോലും ഇല്ല ആ ഒരു ബെഡ്റൂമിൽ. അത്രയ്ക്ക് ഒരു പ്രത്യേക രീതിയിലായിരിക്കും ആ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അശ്വിന് ഭയങ്കര സംശയം തോന്നും. അതിനുശേഷം അശ്വിൻ ആ ബെഡിലോട്ട് നോക്കുമ്പോൾ ബെഡിലാണെങ്കിൽ ആ സ്റ്റാർസ് ഒന്നും തൂക്കിയിട്ടില്ല. അങ്ങനെ അശ്വിൻ ഇങ്ങനെ എന്നാലും ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി വരുന്ന സമയത്തേക്കും ആ ഒരു ശ്രുതി വെച്ചിട്ട് പോയ ആ കത്ത് കാണുന്നത്. അങ്ങനെ ആ കത്ത് തുറന്ന് നോക്കുമ്പോൾ ആ സ്റ്റാർസ് എല്ലാം അതിൻ്റെ അകത്തുണ്ടായിരിക്കും. പിന്നെ ഒരു എഴുത്തും കാണും. അങ്ങനെ അശ്വിൻ ആ എഴുത്തെടുത്ത് നോക്കുമ്പോൾ ആ എഴുത്തിൽ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് ഞാൻ 6 മാസം കഴിയുമ്പോൾ മരിക്കുമെന്ന്. അപ്പോൾ ഞാൻ മരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാനിപ്പോൾ മരിക്കാനാണ് പോകുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം. നിങ്ങളുടെ ലാവണ്യ മാഡമായിട്ട് ജീവിക്കണം. പിന്നെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ പ്രേതമായിട്ട് വരുമെന്നൊന്നും ഞാൻ നിങ്ങളെ അങ്ങനെ വന്ന് ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്നെപ്പോലെയൊന്നുമല്ല ലാവണ്യ മാഡം. ലാവണ്യ മാഡത്തിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട മാഡം പെട്ടെന്ന് കരയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന പോലെ ലാവണ്യ മാഡത്തിൻ്റെ അടുത്ത് ദേഷ്യപ്പെടല് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അശ്വിനൊക്കെ പേടിയാവും. അങ്ങനെ അശ്വിനാണെങ്കിൽ എന്നാലും ഇവിടെ എവിടെ പോയെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഇറങ്ങി ഓടും വീട്ടിൽ നിന്ന്. ഇത് കാണുന്ന അമ്മ ഈ ചെറുക്കൻ എന്താ പറ്റിയെന്ന് വിചാരിച്ച് നിൽക്കും. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, എന്നാലും അശ്വിമോൻ എന്താ പറ്റിയെന്ന്. ആ സമയത്ത് നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, ആ ശ്രുതിയുടെ കൂടെ അല്ലേ താമസം, അതുകൊണ്ട് അവൾ വല്ലതും പറഞ്ഞു കാണും, അതായിരിക്കും ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിയെ കണ്ടെത്താൻ വേണ്ടി കുറേ ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ അവസാനം ഒരിടത്ത് എത്തും. അവിടെ എത്തുമ്പോൾ അവിടെ ശ്രുതി കാണും. പക്ഷേ ആ സമയത്ത് അശ്വിന് അറിയത്തില്ലായിരിക്കും അത് അവിടെ ശ്രുതി ഉണ്ടെന്ന്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയായിരിക്കും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ്. അതായത് ഒരു 5-6 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മണ്ടയിലേക്ക് ശ്രുതി നിൽക്കുന്നത്, അവിടെ നിന്ന് എടുത്ത് ചാടാൻ. പക്ഷേ എനിക്കൊന്ന് മലയാളത്തിൽ അത് വലിയൊരു കെട്ടിടം ആയിരിക്കാൻ സാധ്യത കുറവാണ്. വല്ല 1 നില കഷ്ടിച്ച് വന്നാലായി, അല്ല 2 നില 3 നില ആവുന്ന കെട്ടിടമൊന്നും അല്ലായിരിക്കും മലയാളത്തിൽ വരുമ്പോൾ അത്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിൽക്കുമായിരിക്കും. ആ സമയത്ത് ശ്രുതി താഴോട്ട് നോക്കുമ്പോൾ താഴെ കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ആഗ്രഹം തോന്നും, ആ കുട്ടികളുടെ കൂടെ ഒന്ന് പോയി കളിച്ചാലോ എന്ന് തോന്നും. പിന്നെ ശ്രുതി വിചാരിക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ മരിക്കാൻ പോകില്ല, പിന്നെ ഞാൻ എന്തിനാണ് താഴോട്ട് നോക്കുന്നതെന്ന് വിചാരിക്കും. പിന്നെ അവൾ മേളിലോട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര വെയിലായിരിക്കും ആ സമയത്ത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഇപ്പം അങ്ങ് ചാടിയാൽ ഞാൻ കരിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിക്കും. ആ സമയത്തേക്ക് ശ്രുതി പിന്നെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ മരിക്കാൻ പോകണം, ഞാൻ കരിഞ്ഞു പോയത് കരിഞ്ഞു പോയില്ലെങ്കിൽ എന്ത് വിചാരിച്ച് പിന്നെ ശ്രുതി ഇങ്ങനെ മരിക്കാനായിട്ട് നിൽക്കും. അങ്ങനെ ചാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രുതിയുടെ കയ്യിൽ ഫോണൊക്കെ കാണും കേട്ടോ. ഫോൺ കൊണ്ടൊക്കെയാണ് ശ്രുതി ചാടാൻ വരുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശ്രുതി താഴെ അശ്വിൻ വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഫോണിൽ അശ്വിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ അവിടുന്ന് മാറി നിൽക്കൂ, ഞാൻ ഇപ്പോൾ ചാടിയാൽ സാറ് താഴെ വന്നാൽ സാറിൻ്റെ പുറത്തൂടെ ഞാൻ വന്ന് വീഴും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എവിടെയാണ്? അപ്പം മേളിലോട്ട് നോക്കാൻ പറയും. അങ്ങനെ മുകളിൽ അശ്വിൻ നോക്കുമ്പോൾ ശ്രുതി നിൽക്കുന്നതാണ്. അങ്ങനെ അശ്വിൻ പറയും, നീ എന്തൊക്കെയായി ചെയ്യുന്നത്, നീ ഒന്നും ചെയ്യല്ലേ, ഇങ്ങനെ ചാടുകയൊന്നും ചെയ്യില്ലെന്ന് പറയും. ആ സമയത്ത് അശ്വിനാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ചാടല്ലേ, അവിവേകമൊന്നും കാണിക്കില്ലെന്ന്. ആ സമയത്ത് ശ്രുതി പറയും, അടുത്തേക്ക് വന്നാൽ ഞാൻ ചാടുമെന്ന് പറയും. അങ്ങനെ അശ്വിൻ ചോദിക്കും, ഞാൻ എന്താ നിൻ്റെ അടുത്ത് ചെയ്തതെന്ന് ചോദിക്കും, നീ ഇങ്ങനെ ചാടാൻ മാത്രം. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ നിങ്ങൾ പറയുന്നത് കേട്ടു, നിങ്ങളുടെ ജാതകത്തിൽ 2 ഭാര്യമാർ കാണും, ആദ്യത്തെ ഭാര്യ 6 മാസത്തിനുള്ളിൽ മരിച്ചു പോവും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകണമല്ലോ, എന്നാലേ നിങ്ങൾക്ക് 2ാമത്തെ ഭാര്യ കിട്ടുമെന്നൊക്കെ ചോദിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നതെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വെറും ഒരു എന്താ പറയുക,
ഒരു ഡമ്മി ആയിട്ടുള്ളൊരു ഭാര്യയല്ലേ, അല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ളൊരു ഭാര്യയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ലാവണ്യ മാഡത്തെ കല്യാണം കഴിക്കണം, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം. സത്യം പറഞ്ഞാൽ ലാവണ്യമ്മയുടെ ഒരു പൂവാണ്, അതിൽ മുള്ളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിനക്ക് എന്താ ശ്രുതി പറ്റിയത്, ഇതൊക്കെ നിൻ്റെ വെറും വിശ്വാസം മാത്രമാണ്, ഞാൻ ഈ ജാതകത്തെ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അശ്വിൻ. അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണെങ്കിൽ ശ്രുതി ഞാൻ ഇപ്പം ചാടും, എൻ്റെ അടുത്ത് വരല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ദേഷ്യം വന്ന് വാട്ട് ദ ഹെൽ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇത് കേൾക്കാനാണ് ഞാൻ ഇത്രയും നേരം നിന്ന്, ഇനി എനിക്ക് സമാധാനമായിട്ട് ചാടാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ശ്രുതി അങ്ങ് ചാടാൻ പോവായിരിക്കും. പിന്നെ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ എന്തായാലും ഒരു ആത്മാവായിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് വരില്ല, അതോർത്ത് പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഇവർ പണ്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അശ്വിനും ഇത് തന്നെ ഓർക്കുമായിരിക്കും. എന്നിട്ട് ശ്രുതി അങ്ങ് ചാടുവാണ്. പക്ഷേ ആ ചാടുന്ന സമയത്ത് പിന്നീട് അവർ കട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ, പക്ഷേ മലയാളത്തിൽ ഇത് കട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ചാടുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ പെട്ടെന്ന് കയറി ശ്രുതിയെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അശ്വിനും കൂടെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ടെറസിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ടെറസിലേക്ക് വന്ന് വീണ് ഇവർ ഒരാളുടെ മേലെയായിരിക്കും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. എന്നിട്ട് അശ്വിനായിരിക്കും ആദ്യം കണ്ണു തുറക്കുന്നത്. ശ്രുതിയാണെങ്കിൽ അയ്യോ കിടന്ന് വിളിയായിരിക്കും. ശ്രുതിയുടെ വിചാരം ശ്രുതി വീണേ എന്നുള്ള രീതിയാണ്. പക്ഷേ അശ്വിന് മനസ്സിലായി അശ്വിൻ വിചാരിച്ച പോലെ തന്നെ ശ്രുതിയെ അശ്വിന് പിടിക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കി അശ്വിൻ സമാധാനിക്കുമായിരിക്കും. അവസാനം അശ്വിൻ പറയുന്നുണ്ട്, നീ വീണിട്ടൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ കണ്ണു തുറന്നാൽ ഞാൻ വീണില്ലേ എന്ന രീതി ഇരിക്കുന്നുണ്ട്. പിന്നീട് ശ്രുതിയോട് അശ്വിൻ പറയുന്നുണ്ട്, ലാവണ്യ നീ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രണയിച്ച പെൺകുട്ടിയൊന്നുമല്ല, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെയാണ് ആ കല്യാണം പോലും ഞാൻ വേണ്ടെന്ന് വെച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ അത് പറയാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, പറയണമെന്ന് അശ്വിൻ വിചാരിക്കും. പിന്നെ അശ്വിൻ വിചാരിക്കും ഇതാണ് നല്ല സമയം, ഇപ്പം തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ആ സത്യം അങ്ങ് പറയുവാണ് ശ്രുതിയുടെ അടുത്ത്. സത്യം പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയാണെന്ന് അശ്വിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ശ്രുതി, അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയോ, അതിന് അഞ്ജലി ചേച്ചി ഞാൻ തമ്മിൽ എന്താ ബന്ധം എന്ന രീതിയാവും ശ്രുതി. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചു, നിൻ്റെയും ശ്യാമിൻ്റെയും. അത് നിനക്കറിയോ? ഒരു ദിവസം, അതും ആരും പറഞ്ഞൊന്നുമല്ല, ഒരു ദിവസം ഞാൻ നേരിട്ട് നിങ്ങൾ തമ്മിൽ കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പറയുന്ന ഇക്കാര്യം. അന്ന് എനിക്ക് മനസ്സിലായി നീ ഞാൻ വിചാരിച്ച പോലെ ഒരു പെണ്ണേ അല്ല, നീ ഒരു വൃത്തികെട്ടവളാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ നീ ഇത്ര അധപ്പതിച്ചവളാണോ ശ്രുതി? എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ഒരു കുടുംബം ഉള്ളവനല്ലേ അയാൾ നീ എന്ത് അർത്ഥത്തെയാണ് സ്വന്തമാക്കാൻ ശ്രമിച്ചത്? കഷ്ടം തന്നെ ശ്രുതി, ഞാൻ നിന്നെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ടവളാണെന്ന് വിചാരിച്ചേ ഇല്ല നീ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ അങ്ങ് ശ്രുതിയെ തള്ളുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും. കാരണം ശ്രുതി ഒട്ടും പ്രതീക്ഷയില്ല അശ്വിൻ ഇതൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ശ്രുതി നിശബ്ദമായതുകൊണ്ട് തന്നെ അശ്വിൻ പിന്നെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് തൻ്റെ കണ്ടുപിടുത്തം. അതായത് ഇവർ തമ്മിൽ സത്യത്തിൽ അങ്ങനെ ബന്ധമായിരുന്നു എന്നൊരു വിചാരത്തിൽ അശ്വിൻ എത്തുവാണ്. പിന്നീട് ശ്രുതി അശ്വിനും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ശ്രുതി പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അമ്മായി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇന്ന് പോവുകയാണോ എന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ അമ്മായി, ഇന്ന് തന്നെ പോവുക, ഇദ്ദേഹത്തിനൊരു കോൺഫറൻസോ മീറ്റിങ്ങോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് തന്നെ പോകണമെന്ന്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഇവളെന്തൊരു കള്ളിയാണ്, ഇവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. കാരണം അശ്വിൻ പറഞ്ഞതേ ഇല്ല, ആ രീതിയാണ്. ശ്രുതി സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ബോഡി വാഷും ലോഷനും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നും മറന്നു വെച്ചെന്ന് വിചാരിക്കേണ്ട, എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി പോവുകയാണ് എല്ലാം എടുത്തുകൊണ്ട്. ഇതൊക്കെ കേട്ട് അശ്വിൻ അങ്ങ് ദേഷ്യം വരുവാണ്. അങ്ങനെ അശ്വിനാണെങ്കിൽ നേരെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അശ്വിൻ എന്തോ പ്രശ്നമുള്ള പോലെ ഉണ്ടല്ലോ. ആ സമയത്ത് ആണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അദ്ദേഹം നല്ല ഹാപ്പിയാണ്, പിന്നെ നിങ്ങളെയൊക്കെ വിട്ടു പോകുന്നൊരു വിഷമമുള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, പിന്നെ ശ്രുതി ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അവനെ ഇങ്ങനെ കളിയാക്കുന്നത് അവനായതുകൊണ്ടാണ് സഹിച്ച് നിൽക്കുന്നത്, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ല, അവൻ സത്യം പറഞ്ഞാൽ കുറച്ച് മുൻചുണ്ടിക്കാരനാണെങ്കിലും അവൻ പാവമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്,
അതേ പാവമാണ്. എല്ലാവരെയും മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റും, പക്ഷെ എന്നെ മാത്രം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അയാളുടെ മുന്നിൽ ഇപ്പം ഞാൻ ഒരു കൊള്ളയതാട്ടവളും ശ്രുതിയും ശ്യാമും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ള വിചാരം, അങ്ങനെ ഒരു വൃത്തികെട്ട പെണ്ണാണല്ലോ ശ്രുതി കുമാരി ലക്ഷ്മി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കും. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നോർമലായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ ഇരിക്കുമായിരിക്കും കാറിൽ. സമയത്ത് അശ്വിനാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ പെട്ടെന്ന് കാറ് നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു ശ്രുതി, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണല്ലോ നീക്കുന്നത്. എന്തെങ്കിലും ഒരു ചിന്ത നിനക്ക് അഞ്ജലി ചേച്ചിയെക്കുറിച്ചുണ്ടോ? പിന്നീട് അശ്വിൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിനക്കെങ്ങനെ ചിന്ത വരാനാ, നിനക്ക് ആ ശ്യാമൊത്ത് ജീവിക്കണം എന്നതല്ലേ നിൻ്റെ മനസ്സിൽ, അതുകൊണ്ട് തന്നെ നിനക്ക് അങ്ങനെ ഒരു വിചാരവും ഇല്ലല്ലോ അല്ലേ? ആ ശരിയാ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുവാണ്. ആ സമയത്ത് ശ്രുതി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ആ വിചാരം ഉള്ളത് കൊണ്ടാണല്ലോ അഞ്ജലി ചേച്ചി അടുത്തൊന്നും ഞാൻ പറയാതെ ഇരുന്നെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ അമ്മായി അമ്മയൊക്കെ കുറേ സമ്മാനങ്ങൾ അവിടെയുള്ളവർക്കായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് ശ്രുതിയുടെ കയ്യിൽ. അങ്ങനെ ശ്രുതി അതൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഭയങ്കര നോർമലായിട്ട് അങ്ങ് പെരുമാറും. എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ വിഷമങ്ങളുണ്ടല്ലോ അതൊന്നും ഒട്ടും കാണിക്കാത്ത രീതിയിൽ ശ്രുതി ആക്ട് ചെയ്യുവാണ് നോർമലായിട്ട്. അത് പക്ഷേ പ്രീതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിക്ക് എന്തോ കാര്യമായ വിഷമമുണ്ടെന്ന്. അങ്ങനെ പ്രീതി ചോദിക്കുന്നുമുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ പ്രീതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഓക്കെ ആണെന്നൊക്കെ ശ്രുതി പ്രീതിയെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പ്രീതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ശ്രുതിയുടെ ആ ഒരു ആത്മഹത്യ സീൻ അങ്ങ് തീരുന്നത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ പല എപ്പിസോഡുകളും പറയാനുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും മുന്നോട്ടുള്ള റിവ്യൂസിലൊക്കെ ആയിട്ട്. ചിലപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 വരുന്നതായിരിക്കും. പാർട്ട് 3-ലായിരിക്കും, അതായത് അടുത്ത ആഴ്ചത്തെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഞാൻ പറയുന്നത്. അത് സമയമുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ട് 1-ഉം പിന്നെ ഈ പാർട്ട് 2 വീഡിയോയും കാണണം, മിസ്സാക്കല്ല്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.